വൈപ്പിൻ MLA ആയി സത്യപ്രതിജ്ഞ ചെയ്യാനെത്തുന്നത് ടോണി ചമ്മിണി 15,648 വോട്ടിന്റെ ഭൂരിപക്ഷത്തിൽ അഡ്വക്കേറ്റ് MB ഷൈനിയെ തോൽപ്പിച്ചുകൊണ്ടാണ് ടോണി ചമ്മിണി നിയമസഭാ തെരഞ്ഞെടുപ്പിൽ വിജയം സ്വന്തമാക്കിയത്. സഭയിൽ ഇദ്ദേഹം ആദ്യമാണ്. 2021 മത്സരിച്ചുവെങ്കിലും പരാജയപ്പെട്ടു. 2010 കൊച്ചി കോർപ്പറേഷൻ മേയറാണ്. KSU യൂത്ത് കോൺഗ്രസ് ഭാരവാഹിയായി പ്രവർത്തിച്ചിട്ടുള്ള നേതാവാണ്. നിയമസഭയിൽ ഒരു അംഗമായി തെരഞ്ഞെടുക്കപ്പെട്ടിരിക്കുന്നതിനാൽ നിയമവഴി സ്ഥാപിതമായ ഭാരതത്തിൻ്റെ ഭരണഘടനയോട് ഞാൻ നിർവ്യാജമായ വിശ്വസ്തയും കൂറും പുലർത്തുമെന്നും ഞാൻ ഭാരതത്തിൻ്റെ പരമാധികാരവും അഖണ്ഡതയും നിലനിർത്തുമെന്നും ഞാൻ ഏറ്റെടുക്കാൻ പോകുന്ന കർത്തവ്യം ഞാൻ വിശ്വാസത്തോടുകൂടി നിർവഹിക്കുമെന്നും ദൈവത്തിൻ്റെ നാമത്തിൽ സത്യം ചെയ്യുന്നു. ശ്രീമതി ഉമ തോമസ്. തൃക്കാക്കര MLA ആയി സത്യപ്രതിജ്ഞ ചെയ്യാൻ ഉമാ തോമസ് എത്തുന്നു. 50,211 വോട്ടിന്റെ ഭൂരിപക്ഷത്തിലാണ് ഉമാ തോമസ് വീണ്ടും നിയമസഭയിലേക്ക് എത്തുന്നത്. അഡ്വക്കേറ്റ് പുഷ്പദാസിനെ തോൽപ്പിച്ചു. സഭയിൽ ഇത് രണ്ടാം തവണയാണ്. ഭൂരിപക്ഷം ഇരട്ടിയാക്കിക്കൊണ്ടാണ് ഉപതെരഞ്ഞെടുപ്പിൽ 25,000 വോട്ടിന്റെ ഭൂരിപക്ഷത്തിലാണ് എത്തിയതെങ്കിൽ രണ്ടാം തിരഞ്ഞെടുപ്പിൽ 50,000-ൽ പരം വോട്ടിന്റെ ഭൂരിപക്ഷത്തിലാണ് ഉമാ തോമസ് സഭയിലേക്ക് എത്തുന്നത്. വിദ്യാർത്ഥി രാഷ്ട്രീയത്തിലൂടെ തുടങ്ങി വിദ്യാർത്ഥി രാഷ്ട്രീയ പ്രവർത്തന പരിചയത്തിലൂടെ രാഷ്ട്രീയത്തിലേക്ക് വന്ന തോമസ് എന്ന ഞാൻ നിയമസഭയിലെ ഒരംഗമായി തിരഞ്ഞെടുക്കപ്പെട്ടിരിക്കുന്നതിനാൽ നിയമം വഴി സ്ഥാപിതമായ ഭാരതത്തിന്റെ ഭരണഘടനയോട് ഞാൻ നിർവാജ്യമായ വിശ്വസ്തതയും കൂറും പുലർത്തുമെന്നും ഞാൻ ഭാരതത്തിന്റെ പരമാധികാരവും അഖണ്ഡതയും നിലനിർത്തുമെന്നും ഞാൻ ഏറ്റെടുക്കുവാൻ പോകുന്ന കർത്തവ്യം ഞാൻ വിശ്വസ്തയോടുകൂടി നിർവഹിക്കുമെന്നും ദൈവത്തിന്റെ നാമത്തിൽ സത്യം ചെയ്യുന്നു. ഉമാ തോമസ് സത്യപ്രതിജ്ഞ ചെയ്തിരിക്കുന്നു. ഉപതെരഞ്ഞെടുപ്പിലോട്ട് ആദ്യമായി സഭയിലെത്തി. രണ്ടാം തെരഞ്ഞെടുപ്പിൽ 50,000-ൽ പരം വോട്ടിന്റെ ഭൂരിപക്ഷത്തിൽ വീണ്ടും സഭയിലേക്ക് എത്തുകയാണ്. തൃക്കാക്കര MLA ആയി സത്യപ്രതിജ്ഞ ചെയ്തിരിക്കുന്നു. PT തോമസിന്റെ പ്രിയ സഖി, നമുക്കെല്ലാവർക്കും അറിയാവുന്നതാണ്. വലിയ അപകടങ്ങളൊക്കെ അതിജീവിച്ചുകൊണ്ട് നമുക്കൊക്കെ മാതൃകയായി തിരിച്ചുവരവ് നടത്തിയ നമ്മുടെ ജനപ്രതിനിധി ഉമാ.